സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. 9x9 സൈസിലെ 3 പേപ്പർ എടുക്കാം. സ്റ്റിക്കി നോട്ട്സ് അവൈലബിൾ ആണെങ്കിൽ അതായാലും മതി. ദെൻ ആ പേപ്പർ എടുത്തിട്ട് വീഡിയോ കാണിക്കുന്ന പോലെ ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അതിനെ കട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് കട്ട് ചെയ്ത ഭാഗം ഉള്ളിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ആ ഭാഗത്ത് പശയും തേച്ച് കൊടുക്കണം. യെസ് ഗൈസ്, അത്രേ ഉള്ളൂ. ദെൻ നമ്മൾ എല്ലാ പെറ്റൽസും കൂടെ ചേർത്ത് ഇങ്ങനെ പേസ്റ്റ് ചെയ്യണം. വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവില്ല ഇത് നല്ല ഈസിയാണ്. സോ എന്തായാലും ട്രൈ ചെയ്തോളൂ. എൻഡ് റിസൾട്ട് നല്ല ക്ലാസിക്കാണ്. സോ നമ്മൾ റൂമിൽ വെച്ചാലും എല്ലാവരും ഒന്ന് നോക്കിയിട്ടേ പോവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഗിഫ്റ്റായിട്ടും കൊടുക്കാവുന്നതാണ്. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു നാച്ചുറൽ ലുക്ക് മെയിൻറ്റെയിൻ ആക്കാനായിട്ട് നമുക്ക് ഫ്ലവറിനെ ഇങ്ങനെ എടുത്തിട്ട് ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നാച്ചുറാലിറ്റി വേണമല്ലോ. അതല്ല, അവിടെ ഓൾറെഡി ഫോൾഡിങ്സ് പ്രസന്റ് ആയതുകൊണ്ട് ഇത് ചെയ്യാൻ നല്ല എളുപ്പമാണ്. തന്നെ ഒരു സാധാ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ചുരുട്ടണം. ചുരുട്ടിയിട്ട് ആ എൻ്റെ ഭാഗം നമ്മൾ പശ ചുട്ടിച്ച് വെച്ചിട്ട് ഒരു ഗ്രീൻ കളർ അടിക്കണം. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടേപ്പ് ഉണ്ടെങ്കിൽ അത് ചുറ്റിയാലും മതി. സ്റ്റെം കയറ്റാനായിട്ട് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്തിട്ട് അതിലൂടെ സ്റ്റെം കയറ്റണം. സോ ഗൈസ്, ദിസ് ഇസ് എ ഫൈനൽ ലുക്ക്. അടിപൊളിയല്ലേ? ഇതുപോലെ തന്നെ മറ്റ് 2 കളർ പേപ്പറും ചെയ്യണം. സോ ഞാൻ ഈ ഫ്ലവേഴ്സിനെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടാക്കിയ ഫ്ലവർ സ്റ്റാൻഡ്, ഗിഫ്റ്റ് ബാഗ് ആൻഡ് ഒരു ബോ വശം ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഗിഫ്റ്റ് ബാഗിൽ വെച്ച് കൊടുത്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക്, സബ്സ്ക്രൈബ്.